അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ബക്കറ്റിലാണ് നമ്മൾ ഇഞ്ചി നട്ടായിരുന്നത്. അത്യാവശ്യം ചെറിയൊരു ബക്കറ്റാണ്, പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഇവിടെ പഴുത്തു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ആ ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയ ഇഞ്ചി കേട്ടോ. നോക്കി അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ വിളവുണ്ട്. അപ്പോൾ ഞാനിത് ഇന്നലെ പറിച്ച് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇനിയും ക്ലീൻ ആകാനുണ്ട്. അപ്പോൾ ഈ സംഭവം നമുക്ക് നോർമൽ ഇഞ്ചിയെ കഴിഞ്ഞും കെയർ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിന് ഈ രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പലതരം കീടങ്ങളൊന്നും ഇതിനെ ആക്രമിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇതിനില്ല. പിന്നെ നല്ല വിളവും കിട്ടും നമുക്ക്. അതുകൊണ്ട് ഈ കാണുന്ന ഈ കറുത്ത ഒരു പോർഷനാണ് ഞാൻ നട്ടത് കേട്ടോ. ചെറിയൊരു പീസാണ് ആ ബാസ്ക്കറ്റ് നട്ടത്. എന്നിട്ട് നമുക്ക് ഇത്രയും കിട്ടിയെങ്കിൽ ഇത് വലിയൊരു തടമൊക്കെ എടുത്തിട്ടാൽ നമുക്ക് തരക്കെടില്ലാത്ത രീതിയിൽ ഒരു 5 കിലോ ഒക്കെ എടുത്ത് കിട്ടുമായിരിക്കും കേട്ടോ. നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും തടവൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ട് നടണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും സാധിക്കുമല്ലോ. ഇത് വളർത്തി നോക്കിയിട്ടുള്ളവരൊന്ന് കമൻറ്റ്